അല്ല, ഒരരികു മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഇനി ഇരിക്കട്ടെ, ലിക്കുല്ലി ആയത്തിൻ മിൻഹാ ലഹ്റും വബത്ൻ വലിക്കുല്ലി ഹദ്ദിൻ മുത്തല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകമാണ്. ഈ വാചകം നേരത്തെ പറഞ്ഞ മുത്തവാത്തിറത്തിൻ്റെ ഭാഗമല്ലെങ്കിലും വളരെ പ്രസിദ്ധമായ ധാരാളം റിപ്പോർട്ടുകളിൽ ഇതുണ്ട്. ആർക്കും ഇത് നിഷേധിക്കുന്നൊരു കൂട്ടരൊന്നും ഇപ്പോൾ നമ്മളെ കൂട്ടത്തിലില്ല, എല്ലാവരും ഉദ്ധരിക്കാറുണ്ട്. ലിക്കുല്ലി ആയത്തിൻ മിൻഹ, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഓരോ സൂക്തത്തിനുമുണ്ട് ലഹ്റും വബത്ൻ, അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ പ്രത്യക്ഷമായ ലോകത്തെ ഭാഷാപരമായ പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ ജഡവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആശയങ്ങളുണ്ട്. ആ ജഡത്തെ, ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദേഹി, ആത്മാവ്, ഈ ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മായനയും ആശയവുമുണ്ട്. ഇതൊരർത്ഥമാണ്. പല അർത്ഥങ്ങളും ഇതിനുണ്ട് ഈ വാക്യത്തിനും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം ലാഹിറായ അർത്ഥവും ബാത്തിനായ അർത്ഥവും. ലാഹിറായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൻ്റെ സൂക്തത്തിൽ നിന്നും നമ്മുടെ പ്രത്യക്ഷ ലോകത്തെ, ഇന്ദ്രിയാധീന ലോകത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ഭാഷ പ്രയോഗിക്കുമ്പോൾ ആ ഭാഷാപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതില്ലേ, അത് ആത്മാവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയില്ലോ. കാരണം ആത്മാവിനെ നമ്മൾ അനുഭവിച്ചിട്ടില്ല, നമ്മൾ അനുഭവിക്കുന്നേ ഉള്ളൂ, കണ്ടിട്ടില്ല, നമ്മൾ കീഴടക്കിയിട്ടില്ല. ആ നിലക്ക് ആത്മാവിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ശരിയായ ഭാഷ നമുക്ക് നൽകാൻ കിട്ടൂല. നമ്മൾ ദേഹത്തിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ ഭാഷയാണ് ആത്മാവിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ആത്മാവിൻ്റെ ക്രിയകളെക്കുറിച്ച്, ആത്മാവിൻ്റെ പ്രയാണങ്ങളെക്കുറിച്ച്, ആത്മാവിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ച് സൂഫിയന്മാർ പറയുമ്പോൾ ഭാഷയുടെ പരിമിതികൾക്ക് കാരണം, ഭാഷയുടെ പ്രയോഗത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം, ഉദ്ദേശിച്ച ആശയം പറയാൻ കഴിയാതെ ചിലപ്പോൾ ദേഹവുമായി ബന്ധപ്പെട്ട് തെറ്റായി മനസ്സിലാക്കാവുന്ന ഭാഷാപ്രയോഗങ്ങൾ പോലും വരാനുള്ള കാരണം ബാത്തിന എന്ന ആ ദേഹിയെ, ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഭാഷ രൂപം കൊണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എങ്കിലും സത്യമാണല്ലോ അത് ആത്മാവ്. ആത്മാവിൻ്റെ ചലനങ്ങളും മുന്നേറ്റങ്ങളും അതിൻ്റെ ആരോഹണവും അവരോഹണവും എല്ലാം വളരെ സത്യമാണ്. ഇതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുന്ന ആശയവും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തിനുമുണ്ട്. ഓരോ ആയത്തിനുമുണ്ട് എന്നത് വളരെ സത്യമാണ്. കാരണം മഹാനായ ഇമാം ബൈളാവി തൻ്റെ ആ തഫ്സീറിൽ നമ്മൾ നോക്കിയാൽ ഓരോ ആയത്ത് പറയുമ്പോഴും ആ ആയത്തിൻ്റെ ലാഹിറായ അർത്ഥം പറഞ്ഞ ശേഷം അതിൻ്റേതായ മൊത്തമായൊരു ബാത്തിനായ അംശം, ഒരു ആശയം ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്നുണ്ട്. അത് ആദ്യന്തം ബൈളാവി നോക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഓരോ ആയത്തിനും അതുണ്ട്. പിന്നെ ഒരിടത്ത് വന്നിട്ടുള്ളത് രണ്ടാമതൊരിടത്ത് ആവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. വല്ലാതെ നമ്മൾ അൽബക്കറ മാത്രം നോക്കിപ്പോയാൽ മതി, ഓരോ ആയത്തിനും ലാഹിറും ബാത്തിനുമായ ആശയം കാണാം. ഈ ആശയങ്ങളൊക്കെ വളരെ വിപുലമാണ്. നമ്മുടെ ഭാഷയിൽ ഒതുങ്ങി നിൽക്കുന്ന വിധമോ നമുക്ക് മനസ്സിലാക്കുന്ന നമ്മുടെ ഗ്രാഹ്യശക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന വിധമോ അല്ല, വളരെ 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 വിശാലമാണ്. ലഹ്റും വബത്ൻ വലിക്കുല്ലി ഹദ്ദിൻ മുത്തല, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ ഭാഗത്തിനും ലാഹിറായ അർത്ഥത്തിൻ്റെയും ബാത്തിനായ അർത്ഥത്തിൻ്റെയും, അതായത് ആത്മീയമായ പ്രയാണത്തിൻ്റെയും ആത്മാവിൻ്റെ ചലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ആശയവും നമ്മുടെ ദേഹത്തിൻ്റേതായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ആശയവും, ഇത് രണ്ടിൻ്റെയും ഓരോ ഭാഗത്തിനും തന്നെ വളരെ വിശാലമാണ്. ഓരോ കെലിമത്തും സംഗതി നമ്മൾ എടുത്താൽ അതിനൊക്കെ തന്നെയും മുത്തല, അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും വെളിവായി അറിയാനും പറ്റുന്ന ഇടങ്ങളുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. ഈ ഒരു ഹദീസിൻ്റെ ആശയതലത്തെ തന്നെ വിവരിച്ചു തീർന്നിട്ടില്ല, വിവരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും ആയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആശയതലം മാത്രം എടുത്താൽ തന്നെ ഈ ലഹ്റും ബത്നുമായിട്ടുള്ള ഈ ആശയങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഇടം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൽ ലാഹിറായ ആശയങ്ങൾ, അതായത് ഭാഷാപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന, ഭാഷാപരമായി എന്ന് മാത്രമല്ല, ഭാഷ അതിൽ പരിമിതമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദേഹവുമായും സമൂഹമായും വ്യക്തികളുമായും നമ്മുടെ ചിരപരിചിതമായ ഇന്ദ്രിയാധീന ലോകവുമായും ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള ഭാഷയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്ന് ലാഹിർ. ആ ലാഹിർ മനസ്സിലാക്കണമെങ്കിൽ ഭാഷകൾ മുഴുവൻ പഠിക്കണം. നമ്മുടെ ഭാഷ തഅല്ലുമ് അറബി, ഈ ഭാഷയുടെ എല്ലാ ശാഖകളും പഠിക്കണം.
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ വശങ്ങളും പഠിക്കണം. ഇത് വിശദമായി നമ്മുടെ ഹദീസിൻ്റെ കിതാബുകളിൽ വിവരണം കാണാം. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത്ര തോനെ വേണ്ടെന്നല്ല എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ മുത്തലകൾ കൂടി വിവരിച്ചാൽ വാസ്തവത്തിൽ ഒരായത്തിനെ ആ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ആശയം ഇന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇന്നതാവാം, ഇങ്ങനെയാവാം, ഇങ്ങനെയായിരിക്കാം, ഇങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെയും മനസ്സിലാക്കാം. ഇതാണ് മുഫസ്സിറുകൾ തഫ്സീർ ചെയ്യുമ്പോൾ കാണുന്നത്. ഈ മുഫസ്സിറുകളുടെ തഫ്സീറിൻ്റെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ കാണുമ്പം തന്നെ ഈ ഹർഫ്, ഈ ജറിൻ്റെ ഹർഫ് ഇന്നതിനോട് ബന്ധിക്കാം, അപ്പം ഇന്ന ആശയം കിട്ടും. ഈ ലമീർ ഇന്നതിലേക്ക് മടങ്ങാം, അപ്പം ഇന്ന ആശയം കിട്ടും. ഈ ലമീറിലേക്ക് മടങ്ങുമ്പോൾ മറ്റൊരാശയമായി മാറും. ഇങ്ങനെയാണല്ലോ തഫ്സീർ ഓതുമ്പോൾ നമ്മൾ കാണുന്നത്. തഫ്സീർ ഓതുമ്പോഴുള്ള വിവരണങ്ങൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ടല്ലേ വല്ലതും ആയോ? വാല്യക്കണക്കിന് തഫ്സീറുകളുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി തഫ്സീർ? നമ്മൾ ജലാലൈനിയാണ് കാര്യമായിട്ട് ഓതി തീർക്കുന്ന തഫ്സീർ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ആകെ ഓതി തീർക്കുന്ന തഫ്സീർ ജലാലൈനി മാത്രമാണ്. വിശദമായ ഒരുപാട് തഫ്സീർ ഇന്നുള്ള നമ്മൾ നിത്യോപയോഗത്തിലുള്ള തഫ്സീറുകൾ തന്നെ വായിച്ച് ആദ്യം മുതൽ അവസാനം വരെ എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ. അങ്ങനെയുള്ള തഫ്സീറുകളിൽ കാണുന്ന സാധ്യതകളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊഴിമാറ്റം നടത്താനോ വിവർത്തനം നടത്താനോ സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. ഇനി സാധ്യമാണ് എന്ന് വെച്ചിട്ട് ഒരാൾ അതിന് പരിശ്രമിച്ചാൽ ആർക്കെങ്കിലും അത് വേണ്ടി വരുമോ? ആ വിവർത്തനം ആർക്കും വേണ്ടി വരില്ല. കാരണം അതിനൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആനെ ആവതുപോലെ മനസ്സിലാക്കുക, മനുഷ്യൻ്റെ പരമാവധി കഴിവുകൊണ്ട് ഭാഷാപരമായും നബിയിൽ നിന്ന് കിട്ടിയതു ബന്ധമായും അല്ലാത്ത സിദ്ധിപരമായിട്ടുമുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ബാത്തിനായ മാന മനസ്സിലാക്കണമെങ്കിൽ ഖൽബ് നല്ല പോലെ സ്ഫുടം ചെയ്ത് കൃത്യമായി സൂഫിവര്യന്മാരായി അവരുടെ മനസ്സിൻ്റെ അകത്ത് തെളിഞ്ഞു വരുന്ന ആശയമാണ്. ആ ആശയങ്ങൾക്ക് വാസ്തവത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഭാഷകൾ പോലും ഉണ്ടാകില്ല. അവർ മനസ്സിലാക്കിയത് മുഴുവനായി പ്രകാശനം ചെയ്യാൻ പറ്റുന്ന ഭാഷകൾ പോലും ഉണ്ടാകില്ല. ഭാഷ പരിമിതമാണ്. മഹാനായ ഷെയ്ഖ് ഇബ്നു അറബിയെ പോലുള്ളവരുടെയൊക്കെ തഫ്സീറുകൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പോലും വായിക്കാൻ പോലും പറ്റാത്ത വിധമായത് ഇതുകൊണ്ടാണ്. നമ്മുടെ കുറവുകൊണ്ട്, ഭാഷയുടെ കുറവുകൊണ്ട് അവർക്കത് പ്രകാശനം ചെയ്യുമ്പോൾ അവരുദ്ദേശിച്ച അർത്ഥം അവരുടെ ഭാഷക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ശീലിച്ച അർത്ഥമല്ലേ നമ്മൾ ഭാഗത്തിന് കൊടുക്കുക. അതുകൊണ്ട് ആശയം മനസ്സിലാക്കിയാൽ തെറ്റിപ്പോവുകയും ചെയ്യും. ഈ വിധം വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്നതെല്ലാം ദഹുറും ബത്തുനും ആയത്തിന് ഉദ്ദേശിക്കപ്പെട്ടതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അറബ് ഭാഷയുണ്ട്. എന്നിട്ട് പിന്നെ അറബി ഭാഷ ഉടലെടുക്കുന്നത്, കൃത്യമായിട്ടുള്ള ഖുർആനിൻ്റെ ഭാഷ ഉടലെടുക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അങ്ങ് ഉച്ചരിക്കുമ്പോഴാണ്, അങ്ങ് മൊഴിയുമ്പോൾ. അബ്റാനി എന്ന ഭാഷ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജോർദാൻ നദി വിട്ടു കടക്കുമ്പോൾ അങ്ങ് സംസാരിച്ചു വന്നതാണ് എന്ന് പറയുന്നില്ലേ? ഇതേപോലെ ശരിയായ സ്ഫുടമായ ഫുസഹയായ അറബി ഭാഷയും അവരുടെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിച്ചു തുടങ്ങിയപ്പോൾ വന്നിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ കൃത്യമായും അല്ലാഹു തആല പ്രവാചകന്മാരായ രണ്ട് മഹത് വ്യക്തിത്വങ്ങളിലൂടെ മാത്രം പ്രദാനം ചെയ്തതായി നമുക്ക് വ്യക്തമായി തിരി. എല്ലാ ഭാഷയും അങ്ങനെ തന്നെ ആവാം, പക്ഷേ കൃത്യമായി തന്നെ നമുക്കറിയാം, ഒന്ന് ഇബ്രാഹിം നബിയുടെ ഭാഷയാണ് അബ്റാനി. അവരുടെ വായയിൽ നിന്ന് വന്നതാണ്, അതാണ് അബ്റാനി. അറബാനി എന്ന് പറയുന്നതും കൃത്യമായി ഖുർആൻ അവതരിച്ചിട്ടുള്ള ശരിയായ ഫുസ്ഹയായ ഭാഷയാണെങ്കിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിക്കാൻ തുടങ്ങിയത് ആ ഭാഷയിലാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇങ്ങനെ സംസാരിച്ച് ഈ ഭാഷ പരന്ന് ഒരു 2000-ഓളം 2000-3000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ഒരു 2-3000-ൽ പരം കൊല്ലം ഈ കൃത്യമായ ഫുസ്ഹയായ ഭാഷ തന്നെ അല്ലാഹു തആല അതിൻ്റെ തനത് ശൈലിയിൽ, അതിൻ്റെ ഉത്തുംഗ ശൈലിയിൽ നിലനിർത്തി പോന്നിട്ടുണ്ട്. ഈ നിലനിർത്തി പോന്നിട്ടുള്ള ഭാഷയിലാണ് ഖുർആൻ അവതരിക്കുന്നത്. ഇതിന് സമാനമായി ഭാഷാപ്രയോഗങ്ങൾ ശരിക്കും ഈ വിധം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭാഷ തന്നെ കാണുമോ? ഇതാണ് ഖുർആൻ്റെ ഭാഷയ്ക്ക് എത്ര കൊല്ലം കഴിഞ്ഞിട്ടും ആ നിത്യനൂതനത്വം പോകാത്തത്. ഇപ്പം നമ്മൾ മനോരമയിലൊന്ന് കാണുമല്ലോ, 100 വർഷം മുമ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും കാണാമല്ലോ. 100 വർഷം മുമ്പ്, ഇതിൻ്റെ കുറച്ച് കാലം മുമ്പ് 90 വർഷം, ഇപ്പം 100 വർഷം മുമ്പ്. ഈ 100 വർഷം മുമ്പ് എന്ന് കാണുന്ന ആ റിപ്പോർട്ടും അതേ വിഷയത്തെ നമ്മളിപ്പോൾ റിപ്പോർട്ടാക്കിയാൽ അത് വരുന്നത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിയുന്നുണ്ട്. 100 വർഷം കൊണ്ട് ഭാഷയ്ക്ക് വന്നിട്ടുള്ള വ്യത്യാസമാണിത്. ഇത് വിശുദ്ധ ഖുർആനാണെങ്കിലോ
വിശുദ്ധ ഖുർആൻ വെച്ചിട്ട് അറബി ഭാഷ ഇന്നും വന്നിട്ടില്ല. ആ ഖുർആൻ്റെ ഭാഷയുടെ ആ ലെവലിലേക്ക് സംസാര ഭാഷ, സാഹിത്യ ഭാഷ, സാഹിത്യങ്ങളിൽ പ്രയോഗിക്കുന്ന ഭാഷ, അമുസ്ലിമീങ്ങളായ ആളുകൾ അറബികൾ ഉപയോഗിക്കുന്ന ഭാഷ അവിടേക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അതിനെ തോൽപ്പിക്കാനും കഴിയില്ല. ഇതിനെ നോക്കിയിട്ട് ഭാഷനെ ക്രമയാക്കണം. അപ്പം അത്ര സംരക്ഷിതമായ ഒരു ഭാഷ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ഈ അറബ് ഭാഷയ്ക്ക് സമാനം വിവർത്തനമാണെങ്കിൽ മനുഷ്യന്മാർ സാധാരണ ഉപയോഗിച്ച് പരമ്പരാഗതമായുള്ള ഉപയോഗത്തിൽ നിന്ന് വളരെ ബഹുദൂരം മുന്നോട്ട് പോയി, അല്ലെങ്കിൽ പിറകോട്ട് പോയി, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഭാഷകൾ കൊണ്ടല്ലേ വിവർത്തനവും മൊഴിമാറ്റവും ചെയ്യുക. ഇതെങ്ങനെ കൃത്യമായി അള്ളാഹുവിൻ്റെ കലാമിനെ മനസ്സിലാക്കാൻ പറ്റും? ഒരിക്കലും അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താകുന്നു അള്ളാഹുവിൻ്റെ കലാമു കൊണ്ട് എന്ന് നമുക്കറിയാൻ മാർഗമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പൂർണ്ണമായി നമുക്ക് വിവരിച്ചു തന്നിട്ടില്ല. ഈ വിധം അള്ളാഹുവിൻ്റെ കലാമ്, അള്ളാഹു തആല ഉദ്ദേശിച്ചിരിക്കുന്ന ആ കലാമിൻ്റെ മുറാദ്, ആശയം, ശരിയായ ആശയം, കൃത്യമായ ആശയം എന്താണെന്നറിയാൻ യജമാനനായ സ്രഷ്ടാവിൻ്റെ കലാമായതുകൊണ്ട് മനുഷ്യർക്കും ജിന്നുകൾക്കും സാധ്യമല്ല. ഒന്ന്. രണ്ടാമത്, ഈ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള 7 ഭാഷ തന്നെ, 7 ഭാഷാ പ്രയോഗങ്ങൾ തന്നെ ഇന്നു ശരിക്കും ലഭ്യമല്ല. 3. ഈ പറയുന്ന ആയത്തുകളിൽ ഓരോന്നിനും ലഹ്റും വ ബത്നുൻ എന്ന നിലക്കുള്ള ആശയങ്ങൾ വ്യത്യസ്തമായി വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളായി തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ആശയങ്ങളായി തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ലഹ്റും വ ബത്നും അവ മനസ്സിലാക്കാൻ പറ്റുന്ന മുത്തലയിലും എത്താൻ മനുഷ്യന്മാർക്ക് സാധ്യമല്ല. ഈ ഒരൊറ്റ ഹദീസിനെ മാത്രം അടിസ്ഥാനമാക്കി വിശുദ്ധ ഖുർആനിനെ മൊഴിമാറ്റം നടത്താൻ, വിവർത്തനം ചെയ്യാൻ, പരിഭാഷ ചെയ്യാൻ ശരിയായ അർത്ഥത്തിൽ സാധ്യമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാശയം.